നമസ്കാരം. കേരളത്തിലെ നിയമവ്യവസ്ഥയെയും പോലീസിനെയും പോരാഞ്ഞ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പോലും വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ട് തിമിർത്താടുകയാണ് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരെ ഭീഷണി മുഴക്കിയ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ നിലനിൽപ്പിനായി ഒളിവിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിൽ അസഭ്യവർഷവും ഭീഷണിയും അടങ്ങിയ വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു ഗുണ്ടയുടെ അഹങ്കാരം കണ്ടു നിൽക്കാൻ ഉദ്ദേശമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആലുവ റൂറൽ SP KS സുദർശനന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ 10 അംഗ പ്രത്യേക അന്വേഷണ സ്ക്വാഡാണ് ആയങ്കിയെ പിടികൂടാനായി ഇറങ്ങിയിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ സകല പഴുതുകളും അടച്ചുള്ള വേട്ടയിലാണ് പോലീസ് സംഘം. ഇവിടെ നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇയാൾ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് പോസ്റ്റുകൾ ഇടുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം എന്താണ്? കഴിഞ്ഞ CPIM സർക്കാരിന്റെ കാലത്താണ് ഇയാൾക്കെതിരെ ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അന്ന് സ്വന്തം പാർട്ടിയുടെ സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത് എങ്കിൽ പോലും അന്ന് CIക്കെതിരെ നടപടിയെടുപ്പിക്കാനോ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടാനോ ഉള്ള യാതൊരു ശേഷിയും ഇയാൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കണ്ടോളൂ എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഇയാൾ നൽകുന്നത്? ഒരു ക്രിമിനൽ പ്രതിക്ക് ആഭ്യന്തരമന്ത്രിയെ പോലും പരസ്യമായി വെല്ലുവിളിക്കാനുള്ള കായിക ശേഷിയും ധൈര്യവും ഉണ്ടാകുന്നത് എത്രത്തോളം ഗുരുതരമായ അവസ്ഥയാണ്. പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ഏതാനും സൈബർ കമ്മികളുടെയും അനുകൂലികളുടെയും ലൈക്കുകളും സപ്പോർട്ടും കണ്ടു മയങ്ങി സ്വന്തം ജീവിതം സ്വയം തകർക്കുന്ന ഒരു അസൽ മണ്ടനാണ് അർജുൻ ആയങ്കി. നിയമപരമായ നീതി വേണമെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുന്നതിന് പകരം പോലീസുകാരുടെ ഫോണിലേക്ക് അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജുകൾ അയക്കുക, അത് സോഷ്യൽ മീഡിയയിലിട്ട് മാസ് കാണിച്ച് സ്വയം പൊങ്ങച്ചം പറയുക. ഇതാണോ നിയമ സംവിധാനത്തോടുള്ള സമീപനം? ഒന്നിനു പിറകെ ഒന്നായി കൂടുതൽ കേസുകൾ തലയിൽ വരുത്തി വെക്കുക എന്നതല്ലാതെ ഇയാൾക്ക് ഇതുകൊണ്ട് എന്താണ് നേട്ടം? കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടെന്ന മെസ്സേജ് അയച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ നോക്കിയെങ്കിലും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഇനി ഇയാൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കുക മാത്രമാണ് ഒരേ ഒരു വഴി. അല്ലാത്ത പക്ഷം ഈ 10 അംഗ സ്പെഷ്യൽ സ്ക്വാഡിന്റെ കയ്യിൽ ഇയാൾ അഴിയെണ്ണപ്പെടുക തന്നെ ചെയ്യും. ഒളിവിലിരുന്ന് ലൈവുകളും വോയിസ് ക്ലിപ്പുകളും ഇട്ട് സ്വന്തം ക്രിമിനൽ അജണ്ടകൾക്ക് PR വർക്ക് നടത്തുന്ന ഇത്തരക്കാരുടെ അഹങ്കാരത്തിന് ആഭ്യന്തര വകുപ്പും പോലീസും ശക്തമായ ഭാഷയിൽ തന്നെ അന്ത്യം കുറിക്കണം. മുൻപ് CPIM ഭരിച്ചപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കേസുകളിൽ കുടുക്കുകയും ചെയ്തപ്പോൾ മിണ്ടാതിരുന്ന ആയങ്കി ഇപ്പോൾ പുതിയ സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഈ ഗുണ്ടായുസങ്ങൾക്ക് യാതൊരുവിധ പ്രോത്സാഹനവും നൽകരുത്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഇത്തരക്കാരെ പൂട്ടി അകത്തിട്ടാൽ മാത്രമേ നാട്ടിൽ സമാധാനവും ക്രമസമാധാനവും പുലരുകയുള്ളൂ. ആഭ്യന്തരമന്ത്രിയുടെ വാക്ക് വെറുതെയാകില്ലെന്നും സ്പെഷ്യൽ സ്ക്വാഡ് ആയങ്കിയുടെ കൈകളിൽ വൈകാതെ തന്നെ വിലങ്ങണിയിക്കുമെന്നും നാട് മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.